നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ എക്സിബിറ്റ് 2, അതായത് സൂയിസൈഡ് പോയിന്റിന് താഴെയുള്ള CCTV ഫുട്ടേജ് തന്നെ അതിന് മതിയായ തെളിവാണ്. പ്രതിയായ സുസ്മിത പ്രീതിയുടെ തല കല്ലിലിടിക്കുന്ന ദൃശ്യങ്ങൾ CCTV ഫുട്ടേജിൽ ഇല്ലെങ്കിലും സുസ്മിതയാണ് അത് ചെയ്തതെന്ന പ്രീതിയുടെ മൊഴി കോടതി വിശ്വാസത്തിലെടുക്കുകയാണ്. പാറപ്പുറത്ത് വീണതിന് ശേഷം പ്രീതി വീണ്ടും ഉരുളുകയോ തലയിടിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് സുസ്മിത തന്നെ നേരത്തെ പറഞ്ഞതും പ്രീതിയുടെ ശരീരത്തിൽ ഒന്നിലേറെ ക്ഷതങ്ങളുള്ളതായി സാക്ഷ്യപ്പെടുത്തുന്ന എക്സ്റേ റിപ്പോർട്ടും പ്രതിയായ സുസ്മിതയ്ക്ക് നേരെ വിരൽ ചൂണ്ടുന്നതാണ്. ഇത്രയും കുറ്റകൃത്യങ്ങൾ ചെയ്തതിന് ശേഷവും രോഹിത്തിനെയും പ്രീതിയെയും വീണ്ടും വകവരുത്താൻ പ്രതി ശ്രമിച്ചതും ആ കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവരുടെ പ്രീതി പിടിച്ചുപറ്റി കുടുംബത്തിലും സമൂഹത്തിലും വിരാജിച്ചിരുന്നതും പ്രതി അപകടകരമായ മാനസികാവസ്ഥയുള്ള ആളെന്നതിന് പൂർണ്ണ തെളിവാണ്. നുണപരിശോധനയ്ക്ക് സന്നദ്ധയാണെന്ന് കോടതിയിൽ സമ്മതം നൽകിയതിനു ശേഷം അത് ഒഴിവാക്കാൻ പ്രതി ആസൂത്രണം ചെയ്ത കിഡ്നാപ്പിംഗ് നാടകത്തെയും കോടതി വളരെ ഗൗരവമായി തന്നെ കാണുന്നു. നുണപരിശോധനയ്ക്കിടെ രക്തസമ്മർദ്ദം ഉയരുന്നത് തടയാനും ഹാർട്ട് ബീറ്റ് കൂടാതിരിക്കാനുമൊക്കെ നിരോധിത മരുന്ന് ഉപയോഗിച്ച പ്രതി നിലവിലുള്ള നിയമ സംവിധാനങ്ങളെ പരിഹസിക്കുകയാണ് ചെയ്തത്. ഈ മാനസികാവസ്ഥയുള്ള പ്രതി കോടതിയിൽ മൊഴി നൽകാനെത്തുന്ന സാക്ഷിയായ പ്രീതിക്ക് മയക്കുമരുന്ന് നൽകി കേസിനെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചെന്ന പരാതിയും കോടതി ഗൗരവമായി തന്നെ പരിഗണിക്കുകയാണ്. എങ്കിലും പ്രസ്തുത പരാതി മറ്റൊരു കേസായി പരിഗണിച്ച് കോടതിക്ക് പ്രത്യേക റിപ്പോർട്ട് നൽകാൻ കോടതി ബന്ധപ്പെട്ട പോലീസ് അധികാരികൾക്ക് നിർദ്ദേശം നൽകുന്നതാണ്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കും വിധം സമാനതകളില്ലാത്ത കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രതി സുസ്മിത സമൂഹത്തിന് തന്നെ അപകടമാണെന്ന് കോടതി വിലയിരുത്തുന്നു. ഇത്തരക്കാർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകി സമൂഹത്തോടുള്ള കടപ്പാട് നിറവേറ്റേണ്ട ബാധ്യത കോടതിക്കുണ്ട്. ആയതിനാൽ ബന്ധപ്പെട്ട വകുപ്പുകളിന്മേൽ നൽകാവുന്ന പരമാവധി ശിക്ഷ 6 വർഷം കഠിന തടവിന് സുസ്മിതയെ ശിക്ഷിച്ചുകൊണ്ട് കോടതി ഉത്തരവാകുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.